ലോകത്തെ ഒരു വലിയ കൂട്ടം ആളുകൾ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു ചർച്ചയാണല്ലേ ഇറാൻ അമേരിക്ക ചർച്ച. ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടണേ എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും, അതായത് ഒരു സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ അടികൂടാണ്ട് അല്ലെങ്കിൽ അത് മൊത്തം ലോകത്തിന് എഫക്ട് ചെയ്യുന്ന രീതിയിലോട്ടുള്ള ആ ഒരു യുദ്ധം വരാണ്ടിരിക്കാനായിരുന്നു നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതുപോലെ ഇന്നലെ ഇറാന്റെ രഹസ്യ സൈനിക അറകളും അതുപോലെ തന്നെ ചില പ്രത്യേകതരം മിസൈലുകളുടെയൊക്കെ ഒരു ദൃശ്യങ്ങൾ, ഇമേജസും അതുപോലെ തന്നെ വീഡിയോസും ഇറാന്റെ നാഷണൽ മീഡിയാസിലൊക്കെ വന്നിരുന്നു കേട്ടോ. ആ വീഡിയോസ് എല്ലാം ഇന്നലെ കുറച്ച് സമയത്തിന് ശേഷം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് പല ആളുകളും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ സൈഡിൽ നിന്നും അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങളുടെ ഒരു ദൃശ്യം അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ പറയുക, വന്ന് ഫൈറ്റർ ജെറ്റുകൾ പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളും പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു ആകെ മൊത്തം ടോട്ടൽ എന്താണെന്നുള്ളത് ചോദിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ടോപ്പിക്കുകൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലത്തെ നടന്ന ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം നടക്കാൻ പോകുന്ന ചർച്ചയുടെ കാര്യങ്ങളും. അപ്പം വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളൊന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പുഷ് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചർച്ച നടക്കാൻ പോകുന്നതേ ഉള്ളൂ, സമയമാവുന്നതേ ഉള്ളൂ. ചർച്ചയുടെ കാര്യങ്ങൾ പറയാം. അതിൻ്റെ മുമ്പ് ഇന്നലെ ഇറാന്റെ IRGC ചില ദൃശ്യങ്ങളും ചില വീഡിയോസും, അതായത് അവർ ഇടയ്ക്കിടയ്ക്ക് വിടാറുണ്ട്, പക്ഷെ ഇന്നലെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവരുടെ ഏകദേശം 2600ഓളം കിലോമീറ്റർ ദൂരത്ത് പോകുന്ന എന്താ പറയുക മിസൈലുകളുടെ ഒക്കെ ഫോട്ടോസ് ആയിരുന്നു ഇന്നലെ പുറത്തോട്ട് വിട്ടിരുന്നത്. ആ മിസൈലിന്റെ പേര് തന്നെ എന്താ, കൊറാംഷെയർ അല്ലെ, കൊറാംഷെയർ 4 ഖേബാർ എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലാണ്. 2000 മുതൽ 2600 കിലോമീറ്റർ വരെ പോകാനുള്ള കപ്പാസിറ്റി ഉള്ള മിസൈൽസ് ആണ്. ഇതിന് മുമ്പും ഈ മിസൈൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അതിന്റെ കൂടെ തന്നെ മറ്റ് ചില അതിദൂര ബാലിസ്റ്റിക് മിസൈൽസിന്റെ ഒക്കെ ഫോട്ടോസും അതുപോലെ തന്നെ അവരുടെ ചില സൈനിക അഭ്യാസങ്ങളുടെ വീഡിയോസും ഒക്കെ പുറത്തോട്ട് വന്നിരുന്നത്. ഒരല്പസമയം കഴിഞ്ഞ് അത് റിലീസ് ചെയ്ത ചാനലിൽ അത് കുറേ പേര് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴും അപ്പം നമ്മളെ തന്നെ ഡൗൺലോഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ കാണിക്കും. പക്ഷെ അതല്ലാതെ അത് റിലീസ് ചെയ്ത ശേഷം അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് പല ആൾക്കാരും പല ഇന്റർനാഷണൽ മീഡിയാസിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പം അതിന് IRGC പറയുന്ന ഒരു കാരണം, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ അത്യാധുനിക മിസൈലുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പം അത് ചില സുരക്ഷാ ത്രെട്ടുകൾ ഉള്ളതുകൊണ്ട്, ഒരു സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് IRGC അത് അപ്പം തന്നെ റിമൂവ് ചെയ്തത്, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് റിമൂവ് ചെയ്തതെന്നുള്ളൊരു റിപ്പോർട്ട് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഇന്നലെ ട്രംപിന്റെ സൈഡിൽ നിന്ന് അവരുടെ സൈനിക സന്നാഹങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇറാൻ ഇത് ഇടക്കിടക്ക് ഇട്ടിട്ട് പേടിച്ചിട്ട് ഞങ്ങളൊന്ന് ഇടക്കൊന്ന് ഇട്ടേക്കുക എന്നുള്ള രീതിയിൽ അമേരിക്ക ഇടുന്നതായിരിക്കും. അല്ല, അമേരിക്കയിൽ ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്കല്ല, അമേരിക്കയുടെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത്യാധുനിക സംവിധാനങ്ങളെല്ലാം അമേരിക്കയുടെ കയ്യിലുണ്ട്. ഇറാൻ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നതുകൊണ്ട് അല്ല, ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ പൊട്ടിക്കാൻ അതിന്റെ അപ്പുറത്തെ സംഭവം ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്നലത്തെ ആ ഒരു അർമാഡയിൽ നിന്നുള്ള ആ കപ്പൽ വ്യൂഹത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തോട്ട് വിട്ടിരുന്നത്. അതിൽ അഭ്യാസ പ്രകടനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ വരുന്നതും പോകുന്നതും അതിന്റെ ടേക്ക് ഓഫ് എല്ലാം അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറാന് മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കാം ഇത്. ഇനി അതല്ല, ഞങ്ങളും ഒട്ടും താഴ്ന്നു തരില്ല, നിങ്ങൾ പേടിപ്പിക്കുന്ന പോലെ ഞങ്ങൾ ഇടക്കൊന്ന് പേടിപ്പിച്ചോട്ടെ എന്നുള്ള രീതിയിലുള്ള അമേരിക്കയുടെ ഒരു നിലപാടായിരിക്കാം. ഏതാണെങ്കിലും അമേരിക്ക പേടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും വരാം. ഈ ഒരു കാര്യത്തിൽ മറ്റേത് രാജ്യങ്ങളെക്കാൾ കൂടുതലും ഇപ്പം അമേരിക്ക പേടിക്കുന്നുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം അമേരിക്കയുടെ മേലുണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഇറാന്റെ ആകെ 8 ലക്ഷത്തിൻ്റെ ഒരു ഡ്രോണാണ് അമേരിക്ക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നിരീക്ഷണ ഡ്രോണാണ് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കന്റെ അടുത്തോട്ട് പോയത്. ആ ഒരു അത്രയും വില കുറഞ്ഞ ഒരു ഡ്രോണ്, അവിടം വരെ എത്തിയിട്ടുള്ള ആ ഒരു ഡ്രോൺ, 500ഓളം മൈൽ അപ്പുറത്ത് പോയിട്ടുള്ള ആ ഒരു ഡ്രോണ് തകർക്കാൻ വേണ്ടി അമേരിക്കക്ക് ചിലവായത് ഏകദേശം 3 കോടിയാണ്. ഈ F-35 ഫൈറ്റർ ജെറ്റ്, ആ ജെറ്റിൽ നിന്ന് പോയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡിഫൻസ് സിസ്റ്റമാണ് അത് ക്ലോസ്, അതായത് അതിനെ തിരിച്ച് എന്താ പറയുക ഷൂട്ട് ചെയ്ത് വിടുന്നത്. ആ ഒരു സിസ്റ്റം ആ ഒരു മിനിറ്റിന് അവർക്ക് ചിലവാകുന്നത് ഏകദേശം 3-3.5 കോടി രൂപയാണ്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി, ഇറാന്റെ 1000 മിസൈലുകൾ, 1000 മിസൈൽ ചിലപ്പോൾ 20 കോടിക്കായിരിക്കും ഇറാന്റെ മിസൈലുകൾ അങ്ങോട്ട് പോകുന്നതെങ്കിൽ ആ 1000 മിസൈലുകളെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ചിലവാക്കുന്നത് ലക്ഷക്കണക്കിൽ കോടി രൂപയാണ്. ആ ഡിഫറൻസ് ആണ് എപ്പോഴും ഇറാനും അമേരിക്കയും തമ്മിലും രണ്ട് അറ്റത്ത് നിർത്തുന്നത്. അത് തന്നെയാണ് ഇപ്പം ഇസ്രായേൽ സംഭവിച്ചിട്ടുള്ളതും. ഈ യുദ്ധം എന്ന കഴിഞ്ഞ 12 ദിവസം യുദ്ധത്തിൽ ഇസ്രായേൽ സംഭവിച്ചിട്ടുള്ളതും. ഇറാൻ അവരുടെ ഒരു 10-600 മിസൈൽ വിടുന്ന സമയം കൊണ്ട് തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥ തന്നെ എഫക്ട് ചെയ്യുകയാണ്. അവരുടെ കംപ്ലീറ്റ് എയർഡോം സിസ്റ്റം കംപ്ലീറ്റ് അതിലെ മിസൈൽസിന്റെ എണ്ണം തീരുന്നു. അതോടുകൂടി അത്രയും വലിയൊരു ഹ്യൂജ് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് അവർ വരുന്നു. അത് തന്നെയാണ് ഇപ്പം അമേരിക്കയുടെ സൈഡിലും ഇവിടെ നടക്കുന്നത്. അതല്ലാണ്ട് ഇറാനെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 10-30 ദിവസം നിറഞ്ഞ് അങ്ങോട്ട് തീർക്കാൻ പറ്റാത്ത സംഭവമൊന്നുമല്ല ഇറാൻ. പക്ഷെ ആ സമയം കൊണ്ട് അമേരിക്കയുടെ സൈഡിലുള്ള ഈ സഖ്യകക്ഷികൾക്കും ഒക്കെ അത് എഫക്ട് ചെയ്യും. എല്ലാവരുടെയും സമ്പദ് വ്യവസ്ഥയും അവരുടെയൊക്കെ കംപ്ലീറ്റ് ലോകക്രമങ്ങൾ തന്നെ മാറും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു എന്താ പറയുക
ഈ അമേരിക്ക പേടിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത്. ഇനി പ്രധാന ചർച്ചാ വിഷയം അല്ലെ, ഇന്നത്തെ കരാറുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അമേരിക്കയുടെ നിലപാട് വ്യക്തമാണ്. ഇന്നലെയും ഡൊണാൾഡ് ട്രംപ് വന്ന് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അമേരിക്ക സംഘം എത്തിയത്, അതായത് ഓൾറെഡി അവർ ഒമാനിൽ എത്തിയിട്ടുള്ളത് ഇറാന്റെ സീറോ ന്യൂക്ലിയർ കപ്പാസിറ്റി, അതായത് ആണവശേഷി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അതിനൊരിക്കലും ഇറാൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഇറാന്റെ 0% ആണവ എന്താ പറയുക കപ്പാസിറ്റിയിലോട്ട് ഇവരെ കൊണ്ടുവരണം, ന്യൂക്ലിയർ കപ്പാസിറ്റിയിൽ ഇറാനെ കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധി വൈറ്റ് ഹൗസിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് അമേരിക്കയുടെ സമ്മർദ്ദമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇസ്രായേൽ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ മൊത്തം ഇറാന്റെ മിസൈലിനെ പേടിക്കുന്നത്. ഇറാൻ ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല. ഇറാൻ അങ്ങോട്ട് അടിക്കുമ്പോഴാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. അതല്ലാണ്ട് ഇറാൻ വെറുതെ പോയിട്ട് ഇസ്രായേൽ ഒരു ബോംബ് ഇട്ടേക്കാം, നാളെ ഏതായാലും UAE കൊണ്ടൊരു ബോംബ് ഇട്ടേക്കാം, അല്ല മറ്റന്നാൾ പോയിട്ട് സൗദിയിൽ കൊണ്ടൊരു ബോംബ് ഇട്ടേക്കാം, ചിന്തിച്ചിട്ടില്ല. അവരവരുടെ കാര്യങ്ങൾ ഇത്രയും കാലം 10-30 വർഷങ്ങളായിട്ട് മാക്സിമം ടു ദ മാക്സിമം ഉപരോധങ്ങൾ അവരുടെ മേൽ വെച്ചിട്ടും ഏകദേശം അവിടുത്തെ അതായത് മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $US അവിടുത്തെ എത്ര ലക്ഷം, 4 ലക്ഷം ഒമാനി റിയാല, ഒരു ഒമാനി റിയാൽ 4 ലക്ഷത്തോളം ഒമാനി റിയാൽ വേണം ഒരു $US കിട്ടണമെങ്കിൽ. അത്രയും വലിയൊരു അവസ്ഥയിൽ കൂടെ പോകുന്ന രാജ്യമാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ട് പോകുന്ന രാജ്യം, അവരെ ഈ പറഞ്ഞ മൊത്തം ആളുകൾ കൂടെ അപ്പുറത്ത് നിന്നിട്ട് തകർക്കാൻ വേണ്ടി നിൽക്കുന്ന രാജ്യങ്ങളാണ് ചുറ്റുപാടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ പൈസ മൊത്തം വെച്ചിട്ടാണ് അവർ ഈ മിസൈൽസ് മൊത്തം ഉണ്ടാക്കിയത്. ഈ മിസൈൽസിനാണ് ഇപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ആ മിസൈൽസിന്റെ കൂടെ ഈ ആണവോർജം കൂടെ, അല്ലെങ്കിൽ ആണവ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആയുധ കപ്പാസിറ്റിയോടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ പറ്റില്ല ഈ രാജ്യങ്ങൾക്കൊന്നും. അപ്പം അവരുടെ മേൽ ഉപരോധം മാറ്റി അവരൊരു ഫ്രീ കൺട്രിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരും. അവരെ മേലെ ഉപരോധങ്ങളൊക്കെ മാറ്റി അവരും ബാക്കി രാജ്യങ്ങളെ പോലെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരാരും തലയിൽ കയറാൻ വരുന്നില്ല. ഒരാളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ നാളെ ഇപ്പം ഇന്ത്യയുടെ കയ്യിൽ ഓൾറെഡി ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ ആണവോർജ്ജമുള്ള രാജ്യമാണ്. അമേരിക്ക ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് അതൊന്നും വെക്കാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾ പാകിസ്ഥാൻ നാളെ ത്രെട്ടാണ്, ബംഗ്ലാദേശിൽ നാളെ ത്രെട്ടാന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കും, അടിക്കൂലേ കയറി നമ്മുടെ മേൽ ഉപരോധങ്ങൾ നമ്മൾ കയറി അടിക്കല് നോക്കി നിൽക്കുമോ? അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ചുറ്റുപാടുള്ള രാജ്യങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ട് അവരങ്ങ് തീർത്തേക്കണം അമേരിക്കയിൽ. അമേരിക്ക പറയാണ് എൻ്റെ കൂട്ടക്കാരാണ്, ഓർക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ തീർക്കാൻ പോകുന്നത്. ഇവിടുത്തെ ന്യായം എന്ത് ന്യായം? ഏത് ന്യായം? അവിടുത്തെ ആളുകൾ ആ കൂട്ടത്തിലോട്ട് അവിടുത്തെ നാട്ടുകാരെ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഇന്റേണൽ റെജീം ചേഞ്ചിന് വേണ്ടി കഷ്ടപ്പെടുന്ന അമേരിക്കയും ഇസ്രായേലും എന്ത് നടക്കാനപ്പം? അപ്പോൾ ഇറാനിലോട്ട് സ്റ്റീവ് വിറ്റ്കോഫ് എത്തിയത് തന്നെ ഇറാന്റെ 0 ന്യൂക്ലിയർ കപ്പാസിറ്റിയാണ്. അതിന് ഇറാൻ ഒരു രീതിയിൽ സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പം തന്നെ ഈ ചർച്ച എവിടം വരെ എത്തും എന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ മതി. അത് മാത്രമല്ല, മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന UAE അല്ലെങ്കിൽ എന്താ പറയുക സൗദി ഒന്നും മധ്യസ്ഥതയിൽ വന്നിട്ട് തന്നെയില്ല. മധ്യസ്ഥതയിൽ നിൽക്കുന്നത് ഖത്തർ, തുർക്കി, ഈജിപ്ത്, ഈ രാജ്യങ്ങളാണ് മെയിൻ മധ്യസ്ഥതയിൽ ഇപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പം ഇവർ പറഞ്ഞിട്ടുള്ളത് ഇറാൻ 3 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ചെയ്യരുത്. ഓൾറെഡി 60% കഴിഞ്ഞു എന്നാണ് അറിവ്. എത്ര കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. അപ്പം 3 വർഷത്തേക്ക് ഒന്നും ചെയ്യരുത്. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ കയ്യിലുള്ള യുറേനിയം മറ്റ് രാജ്യങ്ങളിലോട്ട് മാറ്റി വെക്കുക കുറച്ചു കാലത്തേക്ക്. എന്തിന്? ആ സമയം കൊണ്ട് അമേരിക്കക്കും ഇസ്രായേലിനും വരെ തീർത്തേക്കാം. ഈ സമയം കൊണ്ട് ഇറാന്റെ കയ്യിൽ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഇത് 0 ആണ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ അമേരിക്ക പോയി അടിക്കും, ഇസ്രായേൽ പോയി അടിക്കും, ആർക്കും പോയി അടിക്കാൻ അമ്പലമണി ഇട്ടാണോ ഇവിടെ ഇറാൻ? അല്ല, നിങ്ങൾ ആരും ഒന്നും അടിച്ചത് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടേക്കാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അമ്പലമണി പോലെ തൂങ്ങിക്കിടന്നൊക്കെ പോകുന്നവരും വരുന്നവർക്ക് അടിച്ചു പോകുന്ന രാജ്യമാണ് ഇറാൻ. ആലോചിച്ച് നോക്കുക, അവിടെ രാജ്യമില്ല, അവിടെ രാജ്യത്തലവന്മാരുണ്ട്, അവിടെ ആളുകളുണ്ട്. അതൊരു ഒരു എന്താ അതിന് പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് ഈ പറഞ്ഞ മധ്യസ്ഥര് വരെ പറയുന്നത്. ഇല്ല, റഷ്യ എന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ഇറാൻ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചോളാം ഞങ്ങളുടെ അടുത്ത് നിന്ന്. പക്ഷേ ഇറാൻ പറഞ്ഞു വേണ്ട, ഇപ്പം നിങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതോടുകൂടി ഞങ്ങളുടെ തീർന്നു, അതോടുകൂടി ഇറാൻ എന്ന രാജ്യം ഇല്ലാണ്ടാവുകയാണ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇന്നലെ റഷ്യനോടും ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഈ യുറേനിയം 0 കപ്പാസിറ്റി യുറേനിയം ഇത് മാത്രമല്ല, ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമല്ല, കംപ്ലീറ്റ് അവരുടെ മിസൈൽസ് ഉണ്ടാക്കുന്നത് നിർത്തണം. ഒരു രാജ്യം അവരുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, മക്കളെല്ലാ രാജ്യങ്ങളും ഉപരോധിക്കുന്ന രാജ്യം സ്വന്തം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് സ്വന്തം കയ്യിലുള്ള പൈസ മുടക്കി അവിടെ മിസൈൽസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെറുതെ മിസൈൽ വിടുന്നുണ്ട് അവർ. ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിച്ച് ഇസ്രായേൽ ഇവരുടെ 4-5 സൈനിക മേധാവിമാരെ കൊന്നു തീർത്തപ്പോഴല്ലേ തിരിച്ചു വരെ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചത്? അല്ല, എപ്പോഴെങ്കിലും അവിടെ അങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ പ്രോക്സി ഗ്രൂപ്പുകളുടെ പേര് പറഞ്ഞ് ഇസ്രായേൽ അമേരിക്കയും യമനിലും സിറിയയിലും ഇവിടുത്തെയൊക്കെ കംപ്ലീറ്റ് റെജീം ചേഞ്ചുകൾ വരുത്തി അവിടെ അമേരിക്കയുടെ പാവ സർക്കാരിനെ കൊണ്ടുവന്ന് രാജ്യങ്ങൾ ഇല്ലാണ്ടാക്കി. നിങ്ങൾ എടുത്തു നോക്കി, ഓരോ രാജ്യങ്ങൾ നോക്ക്. അമേരിക്ക തൊട്ട് ഏത് രാജ്യങ്ങളാണ് മെച്ചപ്പെട്ടിട്ടുള്ളത്? അമേരിക്ക തൊടുന്നതിന് മുമ്പ് ഇസ്ലാമിക് രാജ്യമാണ്, അവിടെ അതുണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവരില്ലാത്ത അലിഗേഷൻസ് കൊണ്ടുവന്ന്. പക്ഷേ അമേരിക്ക തൊട്ടതിന് ശേഷം അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ എന്താ? ഇറാഖിന്റെ അവസ്ഥ എന്താ? യമന്റെ അവസ്ഥ എന്താ? സിറിയയുടെ അവസ്ഥ എന്താ? അതിന്റെ മുമ്പ് സമ്പന്ന രാജ്യങ്ങളല്ലായിരുന്നോ ഇറാഖ്, സിറിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്തായിരുന്നു ഈ രാജ്യങ്ങളൊക്കെ? അപ്പൊ എല്ലാം ഉണ്ടായിരുന്ന രാജ്യങ്ങളെ അവിടുത്തെ പല കാര്യങ്ങൾക്കും വേണ്ടി അമേരിക്ക ഇല്ലാണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ
ആ ഒരു ജനതനെ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. അങ്ങനെയാണ് ഇപ്പം ഇറാന്റെ മേലിൽ വന്നിട്ടുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്ത്, അല്ല അമേരിക്കനെ പേടിച്ചിട്ട് അമേരിക്കയുടെ ഡോളർ കണ്ട് കണ്ണ് തള്ളി കണ്ണ് മഞ്ഞളിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, അവരുടെ ആയുധ സജ്ജീകരണങ്ങൾ വേണം, അവരുടെ സൈനിക ബേസുകൾ വേണമെന്നും പറഞ്ഞിട്ട് ഈ അറബ് കൺട്രീസും ഇസ്രായേൽ പോലത്തെ എല്ലാ ഈ ചൊക്കിളി പട്ടികളെ പോലെ കളിക്കുന്ന ഈ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ലോകത്തിന് ആപത്ത്. അതല്ലാണ്ട് സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 4 മിസൈൽ ഉണ്ടാക്കുന്ന ഇറാനല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇറാൻ മിസൈൽ നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം അതുപോലെ ഇല്ലാണ്ടാവും. അപ്പോൾ ഇറാന്റെ നിലപാട് ആണവ വിഷയങ്ങളിൽ മാത്രം, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണോ വേണ്ടേ എന്നുള്ളത് ഇറാന്റെ കാര്യമാണ്. അത് ഇറാൻ തീരുമാനിക്കും. അവർ അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആണവ ആയുധങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് ഞങ്ങൾ അതിനെ സൈൻ ചെയ്യാം, അത് ഓക്കെ, ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു ചർച്ചയിൽ എത്രത്തോളം നടക്കൂല എന്നുള്ള ചിന്തകൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താവുന്നത് നമ്മൾ കണ്ടുതന്നെ ഇപ്പം കുറഞ്ഞൊരു മണിക്കൂർ കൊണ്ട് ചർച്ച വരും. ചർച്ച കഴിഞ്ഞ് ചർച്ച മുന്നോട്ട് പോയിട്ടില്ല, ചർച്ച പൊട്ടുകയാണെങ്കിൽ ഏത് നേരവും അതൊരു യുദ്ധത്തിലോട്ട് തന്നെ എത്തും. ലോക സമാധാനം തന്നെ ഉണ്ടാകുന്ന ആ ഒരു യുദ്ധത്തിലോട്ടാണ് ഈ കാര്യങ്ങൾ എത്താൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം എന്താ പറയുക, ഈ ആകാശ കമാൻഡ് ഹബ്ബുകൾ തന്നെ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ 3ാമത്തെ E-11A എന്ന് പറഞ്ഞിട്ടുള്ള വിമാനം അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. ഇത് യുദ്ധം ചെയ്യുന്ന വിമാനങ്ങൾ, ഡ്രോണുകൾ, കപ്പലുകൾ ഇവരെയൊക്കെ ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആകാശ കമാൻഡ് ഹബ്ബുകളാണ് ഈ E-11A എന്ന് പറഞ്ഞിട്ടുള്ള വിമാനങ്ങൾ. ഇവരുടെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ടാണ് ഈ വിമാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വ്യോമസേനയുടെ മറ്റ് കരുത്തുകളായിട്ടുള്ള ജോർദാനിലെ F-15 യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ A-10 തണ്ടർബോൾട്ട് സെക്കൻഡ് ഗ്രൗണ്ട് അറ്റാക്ക് വിമാനങ്ങൾ, MQ-9 റിപ്പർ ഡ്രോണുകൾ എന്നിവയൊക്കെ അമേരിക്ക ഓൾറെഡി ജോർദാനിൽ ഇന്നലെ എക്സ്ട്രാ വിന്യസിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നാവികസേന ചെങ്കടലിലെ ഗ്രൈഡ് മിസൈൽ ഡിസ്ട്രോയർ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ USS എബ്രഹാം എയർലിങ്കൺ എന്ന, നമുക്കറിയാം എല്ലാവർക്കും എബ്രഹാം ലിങ്കൺ എന്ന വിമാനം ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമേരിക്ക ഓൾറെഡി എല്ലാ ബേസുകളിലും സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ഇത് നടക്കുന്നില്ല, ഈ ഒരു ചർച്ച നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക ഇത്രയും ദിവസം കൊണ്ട് അവർ സജ്ജമായി എല്ലാ സ്ഥലത്തും. ഇനി ഖത്തറും UAEയും അല്ലെങ്കിൽ സൗദിയൊക്കെ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെ നിന്നൊക്കെയാണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് സിസ്റ്റം കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്രയും ദിവസം അമേരിക്കയും ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പം ചർച്ച നല്ല രീതിയിൽ നടക്കട്ടെ. അത് ലോക സമാധാനത്തിനാവട്ടെ. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും.